പ്രണയം ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന സ്മാരകം താജ്മഹൽ. വെളുത്ത മാർബിളിൽ തീർത്ത ലോകാത്ഭുതം, യുനെസ്കോയുടെ ലോക പൈതൃക സ്മാരകം. ഓരോ വർഷവും ലക്ഷക്കണക്കിന് പ്രണയ ജോഡികൾ സന്ദർശിക്കുന്ന പ്രണയത്തിന്റെ ശാശ്വത പ്രതീകം. ഇതെല്ലാമാണ് നമ്മൾ സ്കൂളുകളിൽ പഠിപ്പിച്ചത്, സിനിമകൾ നമ്മളെ വിശ്വസിപ്പിച്ചത്, ടൂറിസ്റ്റ് ഗൈഡുകൾ പറഞ്ഞു തന്നതും ഇത് തന്നെയാണ്. എല്ലാം ഒരേ കഥയാണ്. മുഗൾ ചക്രവർത്തി ഷാജഹാൻ തന്റെ പ്രിയ ഭാര്യ മുംതാസ് മഹലിന്റെ ഓർമ്മയ്ക്കായി പണി കഴിപ്പിച്ച ലോകത്തിലെ ഏറ്റവും മനോഹരമായ പ്രണയ സ്മാരകം. പക്ഷേ ഈ കഥയുടെ മറുവശം ഒരിക്കലെങ്കിലും നാം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഷാജഹാൻ ശരിക്കും ഒരു സ്ത്രീയെ മാത്രം സ്നേഹിച്ച മനുഷ്യനായിരുന്നു, അതോ അദ്ദേഹത്തിന് നിരവധി ഭാര്യമാരും ഉപഭാര്യമാരും ഉണ്ടായിരുന്നു? മുംതാസ് മഹൽ അദ്ദേഹത്തിന്റെ ഏക പ്രണയമായിരുന്നു. 19 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനിടയിൽ 14 കുട്ടികൾക്ക് ജന്മം നൽകിയ മുംതാസ് മഹൽ അത് പ്രണയത്തിന്റെ ഭാഗമായാണോ അതോ അധികാരം കൈപ്പിടിയിൽ ഒതുക്കാനുള്ള തന്ത്രങ്ങളായിരുന്നു? താജ്മഹൽ ഒരു രാജകീയ അധികാരത്തിന്റെയും പുരുഷ മേധാവിത്വത്തിന്റെയും പ്രതീകമാണ്. ഇന്നത്തെ വീഡിയോയിൽ വികാരങ്ങളില്ല, ചരിത്രകാരന്മാരുടെ നിഗമനങ്ങളില്ല, ഇതെല്ലാം കണ്ടെത്തലുകൾ മാത്രമാണ്. തീർച്ചയായും ഈ വീഡിയോയുടെ അവസാനം ഒരു തീരുമാനം ഞാൻ പറയില്ല. ഓരോ കാര്യങ്ങളും വിശദമായി നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കും. അതിനുശേഷം വിധി പറയേണ്ടത് നിങ്ങൾ തന്നെയാണ്. താജ്മഹൽ യഥാർത്ഥത്തിൽ ഒരു പ്രണയത്തിന്റെ പ്രതീകം തന്നെയാണോ, അല്ലെങ്കിൽ അധികാരത്തിന്റെയും രാജകീയ ജീവിതത്തിന്റെയും പുരുഷ മേധാവിത്വത്തിന്റെയും പ്രതീകമാണോ? ആ ഒരു വെളുത്ത മാർബിളിന് പിന്നിലെ കഥ ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാം. പൂർണ്ണമായി മനസ്സിലാവാൻ ഈ വീഡിയോ മുഴുവനായി കാണാനായി ശ്രമിക്കുക. വെറുമൊരു കെട്ടിടം 400 വർഷത്തോളമായി ലോകത്തെ മുഴുവൻ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നും ആധുനിക എഞ്ചിനീയർമാർ അതിനെ പഠന വിഷയമാക്കുന്നു. പ്രതിവർഷം ലക്ഷക്കണക്കിന് ആളുകൾ അതിനെ സന്ദർശിക്കുന്നു. ആ കെട്ടിടത്തിന്റെ പേരാണ് താജ്മഹൽ. ചിലർ താജ്മഹലിനെ പ്രണയത്തിന്റെ പ്രതീകമായി കാണുന്നുണ്ട്, എന്നാൽ യഥാർത്ഥത്തിൽ അത് ലോകത്തിലെ ഏറ്റവും മികച്ച വാസ്തുവിദ്യാ സൃഷ്ടികളൊന്നാണ്. എഞ്ചിനീയറിംഗ്, ഗണിതശാസ്ത്രം, ജ്യാമിതി, ശില്പകല, ശബ്ദശാസ്ത്രം ഇതെല്ലാം ഇതിന്റെ ഭാഗമായി തന്നെ വരുന്നുണ്ട്. ഉത്തർപ്രദേശിലെ ആഗ്ര നഗരത്തിൽ യമുന നദിയുടെ തീരത്താണ് ഏകദേശം 42 ഏക്കർ വിസ്തൃതിയുള്ള ഒരു വലിയ സമുച്ചയത്തിന്റെ ഭാഗമായാണ് താജ്മഹൽ നിൽക്കുന്നത്. പലരും കരുതുന്നത് പോലെ താജ്മഹൽ എന്നത് നടുവിലെ വെളുത്ത മാർബിൾ കെട്ടിടം മാത്രമല്ല, പ്രവേശന കവാടം, ചാർബാഗ് ഉദ്യാനം ഇതെല്ലാം ചേർന്നതാണ് താജ്മഹൽ എന്ന സമുച്ചയം. 1632 ആരംഭിച്ച കെട്ടിട നിർമ്മാണം പൂർത്തിയാകാൻ ഏകദേശം 22 വർഷത്തോളമാണ് എടുത്തത്. ഈ ഒരു താജ്മഹലിന്റെ യഥാർത്ഥ കഥ അറിയാൻ നമ്മൾ ചരിത്രത്തിലേക്ക് സഞ്ചരിക്കണം. വർഷം 1526. വടക്കേ ഇന്ത്യയിലെ പാനിപ്പത്ത് എന്ന ചെറിയൊരു ഗ്രാമം. അവിടെ നടന്ന ഒരു യുദ്ധം ഇന്ത്യൻ ചരിത്രത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചു. മധ്യേഷ്യയിൽ നിന്നെത്തിയ ഒരു യുവ സേനാ നായകൻ മുഹമ്മദ് ബാബർ. വെറും 10,000-കണക്കിന് സൈനികരുമായി അദ്ദേഹം നേരിട്ടത് ലക്ഷത്തിലധികം സൈന്യവും 100-കണക്കിന് യുദ്ധാനകളും കൈവശമുണ്ടായിരുന്ന ഡൽഹി സുൽത്താനായിരുന്ന ഇബ്രാഹിം ലോധിയെയാണ്. എന്നാൽ തോക്കുകളും പീരങ്കികളും പുതിയ യന്ത്രതന്ത്രങ്ങളും ഉപയോഗിച്ച് ബാബർ അസാധ്യമായ ഒരു വിജയം നേടി. ആ വിജയത്തോടെയാണ് ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യത്തിന്റെ ജനനം എന്ന് പറയാം. ആദ്യ ഭരണാധികാരിയായിരുന്ന ബാബറിന് ശേഷം അദ്ദേഹത്തിന്റെ മകനായ ഹുമയൂൺ അധികാരത്തിലേക്ക് എത്തി. എന്നാൽ അദ്ദേഹത്തിന്റെ ഭരണം വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. അധികാരം നഷ്ടപ്പെട്ടു, രാജ്യം വിട്ട് പലായനം ചെയ്യേണ്ടി വന്നു, വർഷങ്ങളോളം വനവാസം തന്നെ നയിച്ചു. പിന്നീട് വീണ്ടും ഡൽഹി തിരിച്ചു പിടിച്ചു. എന്നാൽ വിധി അദ്ദേഹത്തിന് അധികകാലം നൽകിയില്ല. അദ്ദേഹത്തിന് ശേഷം 13 വയസ്സുള്ള ഒരു ബാലൻ സാമ്രാജ്യത്തിന്റെ സിംഹാസനത്തിലിരുന്നു. അവന്റെ പേര് അക്ബർ. ചരിത്രം പിന്നീട് അദ്ദേഹത്തെ അക്ബർ ദി ഗ്രേറ്റ് എന്ന് വിളിച്ചെങ്കിലും അക്ബറിന്റെ കാലത്താണ് മുഗൾ സാമ്രാജ്യം യഥാർത്ഥ ഒരു അർത്ഥത്തിൽ ഒരു മഹാസാമ്രാജ്യമായി വളർന്നത്. വടക്കേ ഇന്ത്യയിൽ നിന്ന് ഗുജറാത്തിലേക്കും ബംഗാളിലേക്കും കാബൂളിലേക്കും ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ വ്യാപിച്ചിരുന്ന ഒരു ശക്തമായ സാമ്രാജ്യം. എല്ലാ മേഖലകളിലും അക്ബർ യഥാർത്ഥത്തിൽ പുതിയ അധ്യായങ്ങൾ തന്നെ രചിച്ചു. മുഗൾ സാമ്രാജ്യത്തിന്റെ ഏറ്റവും മികച്ച കാലഘട്ടവും അക്ബറിന്റെ തന്നെയായിരുന്നു. അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മകനായ ജഹാംഗീർ അധികാരത്തിലേക്ക് എത്തി. അക്ബറിനെ പോലെ അല്ലെങ്കിലും കലയും ചിത്രകലയും എല്ലാം ഏറെ സ്നേഹിച്ചിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് മുഗൾ ചിത്രകല ലോക പ്രശസ്തി വരെ എത്തിയിരുന്നു. ജഹാംഗീറിന് തന്റെ മക്കൾക്കിടയിൽ അധികാരത്തിലുള്ള മത്സരം വളരെയധികം ശക്തമായി. ആ മത്സരത്തിൽ ഏറ്റവും ശക്തനായ ഒരു രാജകുമാരൻ ഉണ്ടായിരുന്നു, ഖുറാം. ഏകദേശം 4 വർഷത്തോളം കാലം ഖുറാം അദ്ദേഹത്തിന്റെ അച്ഛനായ ജഹാംഗീറിനെതിരെ യുദ്ധം ചെയ്തു. പക്ഷേ അവിടെ ഖുറാമിന് പരാജയമാണ് സംഭവിച്ചത്. പരാജയപ്പെട്ട ഖുറാമിനെ ജഹാംഗീർ യഥാർത്ഥത്തിൽ മാപ്പ് നൽകി ചേർത്ത് നിർത്തുകയാണ് ഉണ്ടായത്. പ്രിൻസ് ഖുറാമിന് അധികാരത്തിലേക്കുള്ള വഴി ഒരിക്കലും എളുപ്പമായിരുന്നില്ല. രാജകുടുംബത്തിലെ ഗൂഢാലോചനകളും സഹോദരന്മാരുമായിട്ടുള്ള ബന്ധവും കൊട്ടാരത്തിലെ പല രാഷ്ട്രീയങ്ങളും രക്തച്ചൊരിച്ചിലുകളും ഇവയെല്ലാം അതിജീവിച്ചാണ് ഖുറാം 1628 ജഹാംഗീറിന്റെ മരണശേഷം ഷാജഹാൻ എന്ന പേര് മുഗൾ സാമ്രാജ്യത്തിന്റെ 5ാമത്തെ ചക്രവർത്തിയായി സിംഹാസനത്തിലെത്തി. ഈ ഒരു ഭരണകാലത്താണ് ഡൽഹിയിലെ ചെങ്കോട്ട, ജമാ മസ്ജിദ്, ശാലിമാർ ഉദ്യാനങ്ങൾ, അതിലുപരി ലോകം ഇന്നും വിസ്മയത്തോടെ നോക്കുന്ന താജ്മഹൽ, ഇതെല്ലാം അദ്ദേഹത്തിന്റെ ഭരണകാലത്തിന്റെ സാക്ഷികളാണ്. ഇനി അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് വരാം. ഷാജഹാന് ഭരണം ലഭിക്കുന്നത് 1628 തന്റെ പിതാവായ ജഹാംഗീർ ഭരണത്തിലിരിക്കുന്ന സമയത്ത് തന്നെ, കൃത്യമായി പറഞ്ഞാൽ 1607 ഷാജഹാൻ അർജുമന്ദ് ബാനു ബീഗം എന്ന സ്ത്രീയെ കാണപ്പെടുന്നു.
പിൽക്കാലത്ത് അർജുമന്ദ് ബാനു ബീഗമാണ് മുംതാസ് മഹലായി മാറുന്നത്. കണ്ട മാത്രമേ തന്നെ ഇഷ്ടപ്പെട്ടതിനെ തുടർന്ന് 1607 മുംതാസ് മഹലുമായി ഷാജഹാന്റെ വിവാഹ നിശ്ചയം ഉറപ്പിക്കുന്നു. ഈ വിവാഹ നിശ്ചയം ഉറപ്പിച്ചതിന് ശേഷം ഏകദേശം 5 വർഷത്തോളം കാലം കഴിഞ്ഞ് 1612 മുംതാസ് മഹലിനെ ഷാജഹാൻ വിവാഹം ചെയ്യുന്നത്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഷാജഹാന്റെ രണ്ടാമത്തെ ഭാര്യയായിരുന്നു മുംതാസ് മഹൽ. 1607 മുംതാസ് മഹലുമായിട്ടുള്ള ആ ഒരു വിവാഹ നിശ്ചയത്തിന് ശേഷം 1609 സഫവി രാജവംശത്തിലെ ഒരു രാജകുമാരിയായിരുന്ന കന്ദഹാരി ബീഗവുമായി ഷാജഹാന്റെ വിവാഹം നടക്കുന്നുണ്ട്. അന്നത്തെ പേർഷ്യയിലെ അല്ലെങ്കിൽ ഇന്നത്തെ ഇറാന്റെ രാജകുടുംബവുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ളയാളായിരുന്നു കന്ദഹാരി ബീഗം. അതുകൊണ്ട് തന്നെ ഒരു വിവാഹ രാഷ്ട്രീയ സഖ്യത്തിനും രാജവംശ ബന്ധമെല്ലാം നിലനിർത്താൻ വേണ്ടിയായിരിക്കാം ഈ ഒരു വിവാഹവും കഴിക്കുന്നത്. ഈ ഒരു വിവാഹത്തിൽ ഷാജഹാന് ഒരു മകളും ഉണ്ടായിരുന്നു. പിന്നീടാണ് 1612 മുംതാസ് മഹലിനെ വിവാഹം കഴിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരു മുംതാസ് മഹൽ എന്ന് പറയുന്നത് ഒരു ബഹുമതിയാണ്. കൊട്ടാരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവൾ എന്നാണ് ഇതിനെ അർത്ഥമാക്കുന്നത്. 1617 വീണ്ടും ഷാജഹാൻ മൂന്നാമതായി വിവാഹം കഴിക്കുന്നു. പിന്നീട് ആ സ്ത്രീ അക്ബറാബാദി മഹൽ എന്നാണ് അറിയപ്പെട്ടത്. ഇതും കൊട്ടാരത്തിലെ രാജ്ഞിമാരിൽ ഒരാൾ എന്നുള്ള സ്ഥാനത്തിന് വേണ്ടി നൽകുന്ന പേരാണ്. തീർച്ചയായിട്ടും അവർക്കും ആ കൊട്ടാര കാര്യങ്ങളിൽ സ്വാധീനമുണ്ടായിരുന്നു. പിന്നീട് ഈ ഒരു 1617-18 കാലയളവിൽ തന്നെ വീണ്ടും നാലാമതായി ഷാജഹാൻ വിവാഹം കഴിക്കുന്നുണ്ട്. അത് ഇസുന്നിസ ബീഗത്തിനെയാണ്. പിന്നീട് അവർ ഫത്തേപുരി ബീഗം എന്നറിയപ്പെട്ടു. ചരിത്രത്തിന്റെ പല രേഖകളും പരിശോധിക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും ഈ 4 ഭാര്യമാരെയാണ് ഷാജഹാൻ നിയമപരമായി വിവാഹം ചെയ്തിട്ടുള്ള തന്റെ കൊട്ടാരത്തിൽ പ്രധാന പദവികൾ നൽകിയിരുന്നത്. ഇത് കൂടാതെ ഏകദേശം 100-ലധികം സ്ത്രീകളെ ഷാജഹാൻ തന്റെ കൊട്ടാരത്തിൽ ഉപഭാര്യമാരെ താമസിപ്പിച്ചിരുന്നു എന്നാണ് പല ചരിത്ര രേഖകളും പറയുന്നത്. അങ്ങനെ പല പല യുദ്ധങ്ങളും കൊട്ടാരത്തിലെ തന്നെ പല പ്രശ്നങ്ങളുമായി കാലം വളരെയധികം കടന്നുപോയി. മുഗൾ രാജകുടുംബത്തിലെ ചക്രവർത്തിമാരുടെ ഭാര്യമാർ ചിലപ്പോൾ സൈനിക യാത്രകളിലും പങ്കുചേരുന്നത് അസാധാരണമായിട്ടുള്ള ഒരു കാര്യമല്ലായിരുന്നു. അത്തരത്തിലൊരു സമയത്ത് 1631 ജൂൺ 17 ദക്കാൻ പ്രദേശത്തെ ബുർഹാൻപൂർ നഗരം മുഗൾ സാമ്രാജ്യത്തിന്റെ സൈന്യം യുദ്ധമുന്നേറ്റത്തിലായിരുന്നു. ഷാജഹാനും അദ്ദേഹത്തിന്റെ പത്നിയായിരുന്ന മുംതാസ് മഹലും സൈന്യത്തോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്നു. ഈ യാത്ര ചെയ്യുന്ന സമയത്ത് മുംതാസ് മഹൽ തന്റെ 14ാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുകയാണ്. പ്രസവ സമയം എത്തിയപ്പോൾ ബുർഹാൻപൂരിൽ രാജകീയമായി തന്നെ പ്രസവത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തി. എന്നാൽ മുംതാസ് മഹലിന്റെ ആ ഒരു പ്രസവം വളരെയധികം സങ്കീർണമായിരുന്നു. മണിക്കൂറുകളോളം നീണ്ട വേദനയ്ക്ക് ശേഷം മുംതാസ് മഹൽ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. എന്നാൽ അതിനോടൊപ്പം മുംതാസ് മഹൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇന്നത്തെ പല വൈദ്യശാസ്ത്രങ്ങളും സൂചിപ്പിക്കുന്നത് പോലെ അതിശക്തമായ പ്രസവാനന്തര രക്തസ്രാവമായിരുന്നു മരണത്തിന് കാരണം. അവരെ ആദ്യം ബുർഹാൻപൂരിലെ തന്നെ സൈനാബാദ് ഉദ്യാനത്തിൽ താൽക്കാലികമായി സംസ്കരിച്ചു. മുംതാസ് മഹലിന്റെ മരണം ഷാജഹാനെ ആഴത്തിൽ ബാധിച്ചു എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. അവരുടെ ഓർമ്മയ്ക്ക് അല്ലെങ്കിൽ അവരുടെ ശവകുടീരം നിർമ്മിക്കാൻ 1632 ചക്രവർത്തിയായ ഷാജഹാൻ യമുന നദിയുടെ തീരത്തുള്ള ആഗ്രയിൽ ഒരു മഹത്തായ ശവകുടീരം നിർമ്മിക്കാൻ ഉത്തരവിട്ടു. എന്നാൽ അതൊരു സാധാരണ കെട്ടിടമായിരുന്നില്ല. ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വാസ്തുവിദ്യാ സൃഷ്ടി നിർമ്മിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അതിനുവേണ്ടി താജ്മഹൽ പണിയാൻ അദ്ദേഹം തിരഞ്ഞെടുത്തത് യമുന നദിയുടെ തീരത്തുള്ള ഒരു ഉയർന്ന പ്രദേശമായിരുന്നു. നദിയുടെ സാന്നിധ്യം നിർമ്മാണത്തിന് ആവശ്യമായ വെള്ളവും ഗതാഗത സൗകര്യങ്ങളും നൽകി. കൂടാതെ നദിയിൽ പ്രതിഫലിക്കുന്ന താജ്മഹലിന്റെ ദൃശ്യഭംഗിയും രൂപകൽപ്പനയുടെ ഭാഗം തന്നെയായിരുന്നു. യമുന നദിയുടെ തീരത്ത് മണ്ണ് ഉറപ്പുള്ളതല്ലാത്തത് കൊണ്ട് തന്നെ ആദ്യം 100 കണക്കിന് ആഴമുള്ള കിണറുകൾ കുഴിച്ച് ആ കിണറുകളിൽ കല്ലുകളും ചുണ്ണാമ്പുകളും നിറച്ച് നമ്മുടെ ഇപ്പോൾ കാണുന്ന പില്ലർ പോലെയുള്ള സ്ട്രക്ചർ ഉണ്ടാക്കി അതിനു മുകളിൽ വലിയ മാർബിൾ പ്ലാറ്റ്ഫോമുകൾ സ്ഥാപിച്ചിട്ടാണ് ഈ ഒരു താജ്മഹൽ നിർമ്മിച്ചിട്ടുള്ളത്. ഏകദേശം 20,000 തൊഴിലാളികൾ 20 വർഷത്തോളം കാലം പണിയെടുത്തിട്ടാണ് ഈ ഒരു താജ്മഹലിന്റെ പണി പൂർത്തിയായതെന്ന് പറയാം. താജ്മഹൽ ഉപയോഗിച്ചിരുന്ന മാർബിൾ രാജസ്ഥാനിലെ മക്രാനയിൽ നിന്നുമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ പതിച്ചിരിക്കുന്ന വിലപിടിപ്പുള്ള കല്ലുകൾ ഇന്ത്യയിലെയും അല്ലെങ്കിൽ വിദേശ രാജ്യത്തെയും വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് എത്തിച്ചത്. അതുകൂടാതെ തന്നെ അന്നത്തെ കാലം ഏറ്റവും വലിയ സാങ്കേതിക വിദ്യയായ പിയാട്ര ഡ്യൂറ, അതായത് മാർബിളുകളിൽ പൂവുകൾ കൊത്തിയുണ്ടാക്കുകയും അതിന്റെ മധ്യഭാഗത്ത് വിലപിടിപ്പുള്ള രത്നങ്ങളും വൈരങ്ങളും പതിപ്പിക്കുന്ന രീതി, അതും ഈ ഒരു താജ്മഹലിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. താജ്മഹലിന് ചുറ്റുമുള്ള 4 മിനാരകൾ, ഇതിന് ഓരോന്നിനും 40 മീറ്റർ വരെ ഉയരമുണ്ട്. ഇവയെല്ലാം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതായത് എന്തെങ്കിലും ഭൂകമ്പം ഉണ്ടായാൽ പ്രധാന കെട്ടിടത്തിന് മുകളിലേക്ക് വീഴാതെ പുറത്തേക്ക് വീഴുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഒരു താജ്മഹലിന്റെ നിർമ്മാണ ശേഷം ഇതിലേക്ക് മുംതാസ് മഹലിന്റെ ശേഷിപ്പുകൾ കൊണ്ടുവന്നു എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് കാലങ്ങൾ കടന്നുപോയി ഷാജഹാന്റെ മകനായ ഔറംഗസീബ് ഒരു യുദ്ധത്തിലൂടെ അധികാരത്തിലേക്ക് എത്തുകയും ഷാജഹാനെ തടവറയിലാക്കുകയും ഏകദേശം 8 വർഷത്തോളം കാലം ഈ താജ്മഹലിനെ നോക്കി മാത്രം അദ്ദേഹം കാലങ്ങൾ കഴിഞ്ഞു എന്നാണ് പലരും പഠിപ്പിച്ചിട്ടുള്ളതും നമ്മൾ പറഞ്ഞു കേട്ടതും. ഇനി ഇതിന്റെ യഥാർത്ഥ ട്വിസ്റ്റിലേക്ക് വരാം. യഥാർത്ഥത്തിൽ ഷാജഹാൻ മുംതാസ് മഹലിനെ പ്രണയിച്ചിരുന്നു ഇല്ല എന്നതാണ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത്. കാരണം എന്ന് പറയുന്നത് മുംതാസ് മഹലിനെ ഇഷ്ടപ്പെട്ടെങ്കിലും 1607 ഒരു വിവാഹ നിശ്ചയം നടത്തിയെങ്കിലും തന്റെ രാജ്യത്തിനും അധികാരത്തിനും രാജ്യം വലുതാക്കുന്നതിന് വേണ്ടി വീണ്ടും അദ്ദേഹം വിവാഹങ്ങളിൽ ഏർപ്പെടുകയാണ് ഉണ്ടായത്. ഏകദേശം 4 ഭാര്യയും 100-ലധികം ഉപഭാര്യമാരുമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു പ്രണയം എന്നൊന്നും പറയാൻ സാധിക്കില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മുംതാസ് മഹലുമായി ഷാജഹാൻ ഏകദേശം 19 വർഷത്തെ ദാമ്പത്യ ജീവിതമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 14 കുട്ടികളാണ് അവർക്കുണ്ടായത്.
അപ്പോൾ തന്നെ ഓരോ വർഷത്തെയും ഗ്യാപ്പ് നിങ്ങൾക്ക് ചിന്തിക്കാമെന്നതാണ്. ഒരു വർഷത്തിൽ 1-2 കുട്ടികൾ വരെ ഉണ്ടായിട്ടുണ്ട്. അതിൽ പല കുട്ടികളും മരണപ്പെട്ടിട്ടുണ്ട് എന്നതാണ് സത്യം. ഇത്രയും സ്നേഹനിധിയായ ഷാജഹാൻ എന്ന ഭർത്താവിന് ഇത്രത്തോളം ഗർഭം ധരിച്ചിട്ടും പല കുട്ടികളും നഷ്ടപ്പെട്ടു പോയിട്ടും ഭാര്യയോടുള്ള പ്രണയം അവരെ സംരക്ഷിക്കുന്നതിൽ കാണിച്ചില്ല. അതിന് കാരണം എന്ന് പറയുന്നത് ഏതൊരു സാമ്രാജ്യമായാലും അതിന്റെ നിലനിൽപ്പെന്ന് പറയുന്നത് അനന്തരാവകാശികളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ശക്തനായ ഒരു അനന്തരാവകാശി വേണമെന്നൊരു ചിന്തയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. തീർച്ചയായിട്ടും തന്റെ അധികാരവും തന്റെ അനന്തരാവകാശികളും മാത്രമാണ് ഷാജഹാൻ ഇവിടെ ചിന്തിച്ചിരുന്നത്. അന്നത്തെ കാലത്ത് അല്ലെങ്കിൽ അതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നാച്ചുറൽ ആയിട്ടുള്ള പല കോൺട്രാസെപ്റ്റീവ് മെഷേഴ്സും അവൈലബിൾ ആയിരുന്നു. എന്നിട്ടും ഈ ഒരു 14 കുട്ടികളിലേക്ക് പോയത് അതിനെ തീർച്ചയായും ഒരു പ്രണയമല്ല, അനന്തരാവകാശികൾക്ക് വേണ്ടിയുള്ള ഒരു ലെസ്റ്റ് എന്ന് മാത്രമേ കാണാൻ സാധിക്കൂ. ഇനി മൂന്നാമതായി പറയുന്ന കാര്യം, നമ്മളെ പലരും പറഞ്ഞ് പഠിപ്പിച്ചതും മുംതാസ് മഹലിന്റെ മരണശേഷം അദ്ദേഹം തീരെ അവശനിലയിലും വിഷമത്തിലുമെല്ലാം ആയിരുന്നു. അതുകൊണ്ട് അദ്ദേഹം വളരെ കഷ്ടപ്പെട്ടാണ് രാജ്യഭരണം നോക്കിയതും നടത്തിക്കൊണ്ട് പോയിരുന്നതും എന്നുള്ള കാര്യം. ഈ ഒരു ഷാജഹാന്റെ ചരിത്രം മുഴുവൻ പരിശോധിക്കുകയാണെങ്കിൽ ആ കാലയളവിൽ അദ്ദേഹം മുഗൾ സാമ്രാജ്യത്തെ ഭരിച്ചു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഡൽഹിയിലെ ചെങ്കോട്ട, ജമാ മസ്ജിദ്, നിരവധി കൊട്ടാരങ്ങൾ, ഉദ്യാനങ്ങൾ, പൊതുകെട്ടിടങ്ങൾ എന്നിവ നിർമ്മിച്ചു. യഥാർത്ഥത്തിൽ വാസ്തുവിദ്യയുടെ സുവർണകാലമായി മുംതാസ് മഹലിന്റെ മരണത്തിന് ശേഷമുള്ള കാലത്തെയാണ് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത്. സ്വന്തം ഭാര്യയുടെ മരണത്തിൽ അല്ലെങ്കിൽ പ്രണയിനിയുടെ മരണത്തിൽ ഇത്രയേറെ വിഷമിക്കുന്ന ഒരാൾ ഇത്രയേറെ വാസ്തുവിദ്യ നിറഞ്ഞ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഷാജഹാനെ പരാജയപ്പെടുത്തി ജഹാംഗീർ അധികാരത്തിലെത്തിയപ്പോൾ താജ്മഹൽ നോക്കി നിൽക്കുന്ന രീതി ഒരു തടവറയിലാണ് അദ്ദേഹത്തിനെ താമസിപ്പിച്ചത് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. നമ്മളെല്ലാം കേട്ടിട്ടുള്ള അറിവും അത് തന്നെയാണ്. യഥാർത്ഥത്തിൽ ആ ഒരു തടവിൽ പാർപ്പിക്കുന്നത് ഒരു രാഷ്ട്രീയ തീരുമാനം തന്നെയായിരുന്നു. അദ്ദേഹത്തിന് താജ്മഹലിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള മുസമ്മൻ ബുർജ് എന്ന മാർബിൾ കൊട്ടാരത്തിലാണ് താമസിപ്പിച്ചിരുന്നത്. ഈ ഒരു കൊട്ടാരം താജ്മഹലിലേക്ക് നേരിട്ടുള്ള കാഴ്ച ലഭിക്കുന്ന രീതിയിലായിരുന്നു. അവിടെ നിന്ന് നോക്കിയാൽ താജ്മഹലും യമുന നദിയും കാണാമായിരുന്നു. ഈ ഒരു മുസമ്മൻ ബുർജിലുള്ള പ്രത്യേകതകൾ എന്ന് പറയുന്നത് വെളുത്ത മാർബിളിൽ നിർമ്മിച്ച രാജകീയ മുറികളാണ്. തുറന്ന വരാന്തകൾ, മനോഹരമായ കൊത്തുപണികൾ, അദ്ദേഹത്തിനെ നോക്കാനായി പരിചാരകർ, അദ്ദേഹത്തിനെ നോക്കാനായി സ്വന്തം മകളും കൂടെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാം കേട്ട ഷാജഹാൻ തന്റെ ജീവിതത്തിലെ അവസാനത്തെ 8 വർഷം എല്ലാ ദിവസവും താജ്മഹലിനെ നോക്കി കരഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞത് എന്നല്ല, രാജകീയ സൗകര്യങ്ങളോടുകൂടിയ വീട്ടു തടങ്കലിലായിരുന്നു അദ്ദേഹം കഴിഞ്ഞിരുന്നത്. എന്നാൽ സാധാരണ തടവുകാരനെ പോലെ ദുരിതപൂർണമായ ഒരു ജയിലിലാണ് കഴിഞ്ഞതെന്ന് പറയുന്നത് തീർച്ചയായും ഒരു കെട്ടുകഥ തന്നെയാണ്. ഇനി ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഷാജഹാനു വേണ്ടി തന്നെയുള്ള ശവകുടീരമായിരുന്നു. അദ്ദേഹത്തെ എന്നെന്നും എല്ലാവരും ഓർക്കാൻ വേണ്ടി ഏറ്റവും വലിയ തുക ചിലവാക്കി അദ്ദേഹം തന്നെ നിർമ്മിച്ച നിർമ്മിതിയാണോ എന്ന് ഇപ്പോൾ മനസ്സിലാകും. 1605 മരിച്ച ഷാജഹാൻ ചക്രവർത്തിയുടെ മുത്തച്ഛനായ അക്ബർ അദ്ദേഹത്തിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ആഗ്രയിലാണ്. ഈ ഒരു ശവകുടീരത്തിന്റെ നിർമ്മാണം തുടങ്ങി വെച്ചത് അക്ബർ തന്നെയാണ്. എന്നാൽ അക്ബറിന്റെ മരണശേഷം അത് പൂർത്തിയാക്കിയത് അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ജഹാംഗീർ ആണ്. ആഗ്രയിൽ ചുവന്ന മണ്ണും വെള്ള മാർബിളും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിനുശേഷം അക്ബറിന്റെ മകനും ഷാജഹാന്റെ പിതാവുമായിട്ടുള്ള ജഹാംഗീർ, അദ്ദേഹത്തിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ലാഹോറിലാണ്. അദ്ദേഹം 1627 മരിക്കുമ്പോൾ ഈ ഒരു ശവകുടീരം തുടങ്ങി വെച്ചത് ജഹാംഗീറും ഈ ഒരു ശവകുടീരം പൂർണ്ണമാക്കിയത് അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള നൂർജഹാനുമാണ്. ഈ 2 ശവകുടീരങ്ങളും അന്നത്തെ വാസ്തുവിദ്യയുടെ ഏറ്റവും വലിയ എക്സാമ്പിളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ ഷാജഹാനിലേക്ക് എത്തുമ്പോഴും തന്റെ മരണശേഷം തന്നെ ഓർക്കാൻ വേണ്ടി ഇന്ന് വരെ ലോകത്തില്ലാത്തൊരു നിർമ്മിതി വേണം എന്ന് കരുതി ഇത്രയേറെ നഷ്ടങ്ങൾ സഹിച്ച് പണിഞ്ഞു തീർത്തതാണ് നമ്മൾ ഇന്ന് കാണുന്ന താജ്മഹൽ എന്ന് പറയേണ്ടി വരും. അതല്ലാതെ പ്രണയിനിക്ക് വേണ്ടി തന്റെ ഭർത്താവ് നിർമ്മിച്ചു നൽകി എന്നൊന്നും പറയാൻ സാധിക്കില്ല. ഇതുകൂടാതെ ഒരു കാര്യം കൂടി പറയാം, മുംതാസ് മഹലിന് വേണ്ടി മാത്രമല്ല, ഷാജഹാന്റെ 4ാമത്തെ ഭാര്യയായിട്ടുള്ള ഇസുന്നിസ ബീഗത്തിനു വേണ്ടി ഒരു നിർമ്മിതിയുണ്ട്, ഫത്തേപുരി മോസ്ക്. എന്തുകൊണ്ട് താജ്മഹലിന് കിട്ടുന്ന പ്രണയത്തിന്റെ അതേ കഥകൾ ഈ ഒരു ഫത്തേപുരി മോസ്കിന് കിട്ടുന്നില്ല എന്നുള്ളതും ചിന്തിക്കണം. ഇനി പ്രണയത്തിനിടയ്ക്കോ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞോ പ്രണയത്തിന്റെ ഏറ്റവും വലിയ സിദ്ധരായ താജ്മഹൽ കാണാൻ പോകുന്നവരോടാണ് നിങ്ങളെല്ലാം കേട്ടത് വെറും കെട്ടുകഥകളാണ്. ഒന്നുകിൽ ഷാജഹാന്റെ പ്രശസ്തിക്ക് വേണ്ടി അന്നത്തെ ചരിത്രകാരന്മാർ എഴുതിയുണ്ടാക്കിയ കഥ, അല്ലെങ്കിൽ താജ്മഹലിൽ നിന്നുള്ള വരുമാനത്തിന് വേണ്ടി അവിടെ എത്തുന്ന ടൂറിസ്റ്റുകളോട് അവിടെയുള്ള ആൾക്കാർ പറഞ്ഞ് വിശ്വസിപ്പിച്ച കഥ. ഇതിൽ നിന്നും നിങ്ങൾ തന്നെ ചിന്തിച്ചു പറയൂ, താജ്മഹൽ എന്നത് പ്രണയത്തിന്റെ പ്രതീകമാണോ അല്ലെങ്കിൽ അധികാരത്തിന്റെയും പുരുഷ മേധാവിത്വത്തിന്റെയും ഒരു ലെസ്റ്റിന്റെയും പ്രതീകമാണോ? പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ. താങ്ക് യു ഓൾ.